ബിടെക് പണവും പ്രസക്തിയും സ്വാതന്ത്ര്യവും തേടി പോകുന്ന ഒരു തലമുറയുടെ ഇടത്താവളം. ഇവിടെ ചിലർ പഠിച്ച് പണമുണ്ടാക്കാൻ വരുന്നു, മറ്റു ചിലർ ഒന്നിനുമല്ലാതെ ജീവിതം ആഘോഷിക്കാൻ വരുന്നു. ഞാനും നടന്നു അതേ വഴിയിലൂടെ. 4 വർഷം മുമ്പ് ഈ കോളേജിൽ ആദ്യമായി വരുമ്പോൾ ബിടെക് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ പലപ്പോഴും വളരെ മടുപ്പ് തോന്നിയിട്ടുണ്ട് ഇവിടെ വരാനായിട്ട്. ഒരുപാട് നിർവചനങ്ങൾ നമുക്ക് ബിടെക്കിന് കൊടുക്കാം, പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം അറിയാൻ 4 വർഷം വേണ്ടി വന്നു, അല്ലെങ്കിൽ ഈ ഒരു രാത്രി. നാളെ ഞാൻ അവസാനമായി ആ ക്ലാസ്സിലിരിക്കാൻ പോവുകയാണ്, കൂട്ടുകാരോടൊപ്പമുള്ള എൻ്റെ അവസാനത്തെ ക്ലാസ്. പല നാടുകളിൽ നിന്ന് ഒന്നായി മാറിയ എൻ്റെ കൂട്ടുകാർ, 2 എറണാകുളം ചങ്കുകളും, ഒരു കോഴിക്കോട് ചങ്ങായിയും, കുറേ തൃശ്ശൂർ ഗഡികളും, പിന്നെ കുറേ സുന്ദരി കുട്ടികളും. കഴിഞ്ഞ 3-4 വർഷമായി നമ്മുടെ ലോകം ഇവരാണ്. ഒരാവശ്യത്തിന് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും കാര്യം പോലും നിരക്കാതെ ഇറങ്ങി വരുന്നവർ. ഒരാൾക്ക് പ്രശ്നം വന്നാൽ അതെല്ലാവരുടെയും പ്രശ്നമായി കാണുന്നവർ. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് എൻ്റെ കൂട്ടുകാർക്ക്. ഇവരുടെയൊക്കെ കൂടെ ഇരിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് നന്ദി. നാളെ ഞങ്ങൾ ക്ലാസ് റൂമിൽ അവസാനമായി ഒന്നിക്കാൻ പോവുകയാണ്. ഇനിയും എനിക്കെൻ്റെ കൂട്ടുകാരെ കാണാം, പക്ഷേ അതിനേക്കാൾ ഞാൻ ഒരുപാട് മിസ് ചെയ്യുക എൻ്റെ ക്ലാസ് റൂമാണ്. എല്ലാവരുടെയും വേദനകളും സന്തോഷങ്ങളും എല്ലാം അറിയാവുന്ന ഞങ്ങളുടെ ക്ലാസ്. ഞങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ 4 ചുവരുകൾ. ഉച്ചയ്ക്ക് അൽജയുടെ പൊതിച്ചോറിൽ പിടിവീഴുന്ന ഒരുപാട് കൈകൾ. ഒഴിവു സമയങ്ങളിൽ ഞങ്ങളിൽ നിന്നും അണപൊട്ടി ഒഴുകുന്ന സംഗീതം. ഞങ്ങളുടെ ആസ്ഥാന ഗായകൻ വരുണിൻ്റെ പാട്ടുകൾക്ക് താളം പിടിക്കാൻ ഞങ്ങളുടെ മേളപ്രമാണി കണ്ണൻ. ഈ ക്ലാസ് റൂമിലെ ഡെസ്കുകളിൽ അല്പനേരം തലചായ്ച്ച് കിടന്ന നമുക്ക് കേൾക്കാം ആ പാട്ടുകളും അതിൻ്റെ താളവുമെല്ലാം. ഡെസ്കിലും ചുവരിലുമൊക്കെയുള്ള ഓരോ വരകൾക്കും ഓരോ വാക്കുകൾക്കുമുണ്ട് ഒരുപാട് കഥകൾ പറയാനായിട്ട്. ഈ പാട്ട് കഴിഞ്ഞ പിന്നെ ഒഴിവു സമയങ്ങളിൽ എല്ലാവർക്കും പ്രിയം പരസ്പരം കളിയാക്കാനായിരുന്നു. അത്തരം തമാശകൾ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. പാമ്പ്, ശ്രീനി, ഷുണ്ണി, കീടാണു, അങ്ങനെ ഓർത്ത് രസിക്കാൻ പറ്റിയ ഒരുപാട് വട്ടപ്പേരുകൾ. ക്ലാസ്സിന് മാത്രമല്ല, ക്യാൻറ്റീനും വരാന്തയ്ക്കും എല്ലാത്തിനുമുണ്ട് ഒരുപാട് കഥകൾ പറയാനായിട്ട്. ഈ നിമിഷങ്ങളെല്ലാം ചിത്രത്തിൽ പകർത്തി തന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ, ഞങ്ങളെല്ലാം ന്യൂട്രൽ എന്ന് കളിയാക്കി വിളിക്കുന്ന ഞങ്ങളുടെ മിത്രർ. ഈ അവസാന നാളുകളിൽ അവൻ സമ്മാനിച്ച വീഡിയോസ് കണ്ട് കരയാത്തവരായി ആരുമുണ്ടാവില്ല. നാളെ അവസാന ദിവസം, ഒരുപാട് ഓർമ്മകൾ തന്ന് ബിടെക് ജീവിതം വിടവാങ്ങുന്ന ദിവസം. കഴിഞ്ഞുപോയ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത നാളുകളോർത്ത് എല്ലാവരും കരയാൻ പോകുന്ന ദിവസം. ആരൊക്കെ കരഞ്ഞാലും ഞാൻ കരയില്ല. കണ്ണുകൾ നിറയാതെ നല്ല കാഴ്ചയോടെ കാണണം എനിക്കെല്ലാവരെയും. അവസാന നിമിഷങ്ങൾ ആസ്വദിക്കണം എനിക്ക്. കണ്ണ് നിറയുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല, ഇതെഴുതുമ്പോൾ വരികളൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. നാളെയോടെ അവസാനിക്കുമെല്ലാം. വരുണിൻ്റെ പാട്ടും കണ്ണൻ്റെ താളവും ആൽജിയുടെ പൊതിച്ചോറും മാപ്പിളയുടെ പല്ലുകൊണ്ടുള്ള കടിയും നേരം വൈകിയുള്ള കണ്ണൻ്റെയും ജീവയുടെയും മരണപ്പാച്ചിലും ക്ലാസ് ടൈമിൽ അടക്കം പറച്ചിലും ക്യാൻറ്റീനിൽ പോയി പൈസ കടം വാങ്ങിയുള്ള കഴിക്കലും വരാന്തയിൽ പോകുന്ന ജൂനിയേഴ്സ് പെൺകുട്ടികൾ കമൻ്റ് അടിക്കലും തസ്ലീമിൻ്റെ ഫോട്ടോഷെയർ മാഫിയയും പാമ്പിൻ്റെ ചീറ്റലും എല്ലാം. നാളെ ഒരു ദിവസമെങ്കിലും സമയം പതുക്കെ പോയാൽ മതി. അത്ര നേരം കൂടിയും എനിക്ക് എല്ലാവരുടെയും കൂടെ ഇരിക്കാമല്ലോ. പിരിയുന്ന നേരം ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നാളെ നമ്മൾ പുതിയൊരു ലോകത്തേക്ക് പോകും. ജോലി തിരക്കും ബാധ്യതകളും മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ജീവിതം. നിങ്ങളെന്നെ മറന്നേക്കാം, ഞാൻ നിങ്ങൾക്ക് ആരുമല്ലാതാവാം. നിങ്ങളുടെ ഫോണിലെ കോൺടാക്റ്റ് ലിസ്റ്റിലെ വെറും ഒരു നമ്പറായി ഞാൻ മാറാം. പക്ഷേ അത്തരമൊരവസ്ഥ നമ്മളെല്ലാവർക്കും ഉണ്ടാവരുത്. നമ്മളറിയണം എല്ലാവരെയും, എല്ലാവരുടെ വിശേഷങ്ങളും എല്ലായ്പ്പോഴും. എൻ്റെ ജീവിതത്തിലെ മരിച്ചാലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ കൂട്ടുകാരെ മറക്കില്ല നിങ്ങളെ ഞാൻ. നിങ്ങളെ മാത്രമല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മളിൽ നിന്ന് വിട്ടുപോയ അഭിജിത്ത്, ഗുൽഷൻ, ശ്രീരാജ്, എല്ലാവരെയും. കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും ഈ ക്ലാസ്സിലൊന്ന് വരണം. എനിക്കുറപ്പാണ്, നിശബ്ദതയിൽ മയങ്ങുന്ന ഈ ക്ലാസ് റൂമും ചുവരുകളും ഡെസ്കുകളുമെല്ലാം എന്നോട് സംസാരിക്കും. പോയ കാലത്തെ വിശേഷങ്ങളെല്ലാം അവർ എന്നോട് പറയും. നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു നിൻ്റെ കൂട്ടുകാരെന്ന്. നിങ്ങളെപ്പോലെ
ഇത്ര മനോഹരമായ ഒരു ബാച്ചിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. കാലചക്രം ഒരിക്കലും പിന്നോട്ട് ചലിക്കില്ല എന്നറിയാം. പക്ഷേ പലപ്പോഴും മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞു പോയ നാളുകൾ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചിരുന്നെങ്കിൽ. കുറേ നാൾ കഴിഞ്ഞെന്നല്ല, കാലം എത്ര കഴിഞ്ഞാലും ഈ ക്ലാസ് റൂമിൽ വന്ന് കാതോർത്താൽ നമുക്ക് കേൾക്കാം ആ പഴയ പാട്ടുകളും അതിൻ്റെ കൊട്ടും പാട്ടും ആർപ്പുളികളും എല്ലാം. വെറുതെ മൊഴികൾ വിതുമ്പിയോ, മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ, കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം, ഒരു മാറിവിൽ ചിറകേറണം, ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം, ഇടനെഞ്ചിലെ മുറിവാരണം, ഇരു കണ്ണിലും മിഴിവേറണം, നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. അകതാരിലി ചെറുതേങ്ങൽ മാഞ്ഞിടും, തിരി നീട്ടുമീ കുളിരോർമകൾ തിരികെ വരും.